Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. 2019 ഓഗസ്റ്റ് 8-നുണ്ടായ വലിയ പ്രളയ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി നിൽക്കുകയാണ് ഇപ്പോഴും കവളപ്പാറ. കവളപ്പാറ ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കവളപ്പാറ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 5 വർഷത്തിനിപ്പോൾ ഉടലെടുക്കുന്ന വലിയ വിവാദമുണ്ട്. മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ചു നൽകിയോ, ആ വീട് നിർമ്മിച്ചു നൽകിയതിൽ വാസയോഗ്യമായോ ആളുകൾ താമസിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും വാർഡ് മെമ്പറും അതുപോലെ തന്നെ മറ്റു പാർട്ടി പ്രതിനിധികളുമാണ്, മുസ്ലിം ലീഗ് പാർട്ടി പ്രതിനിധികളുമാണ്. എന്താണ് സലൂബ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രളയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രഖ്യാപിച്ചത് 3 ഏക്കർ സ്ഥലം പാവങ്ങൾക്ക്, ഇത് പ്രളയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ 3 ഏക്കർ സ്ഥലം, 3 ഏക്കർ 30 സെൻറ്റ് സ്ഥലം തന്നെ വാങ്ങി ഏകദേശം 50ഓളം കുടുംബങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൈമാറിയിട്ടുള്ളതാണ്. അതിനുശേഷം കുറച്ച് പരാതികൾ മുസ്ലിം ലീഗിൻ്റെ അടുക്കലേക്ക് വരികയും ഞങ്ങൾക്ക് എവിടുന്നും വീട് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികൾ എത്തുകയും അത് ഇവിടുത്തെ നേതാക്കളെല്ലാവരും കൂടി ജില്ലാ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുകയും ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ശ്രമഫലമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി ഏകദേശം 1 കോടി രൂപയിലധികം ചെലവിട്ടിട്ട് ഇങ്ങനെ ഒരു 10 വീടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചു, അത് കൈമാറ്റം ചെയ്തിട്ടുള്ളതാണ്. അതിന് ഇനി ആളെ കണ്ടെത്താനൊന്നുമില്ല. കൈമാറ്റം ചെയ്ത് അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. ഇനി കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നത്തിന് മാത്രം നിൽക്കുകയാണ്. അതുകൂടി സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് എല്ലാ വർക്കുകളും തീർത്ത് കൊടുക്കാമെന്നുള്ളതിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ പഞ്ചായത്തിൽ 2 വർഷമായിട്ട് ഇത് ആസ്തിയിലുള്ള റോഡാണ്. ഇതിലേക്കൊരു റോഡ് മാത്രമാണ് നമ്മൾ ചോദിച്ചത്. മറ്റുള്ള സൗകര്യങ്ങളൊക്കെ സമനസ്സുകളുടെ സഹായത്താൽ കുടിവെള്ളമായാലും കറണ്ടായാലും മറ്റൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ റോഡ് ചോദിച്ചിട്ട് ഇതുവരെ ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, കയറി പോന്നപ്പോൾ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഒരു 10 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമ്പോൾ അതിലേക്കൊരു റോഡെങ്കിലും പഞ്ചായത്തിന് നൽകിക്കൂടെ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ ചോദിക്കുന്നത്. വലിയ വിവാദമായിരിക്കുകയാണ് മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട്. മറ്റ് സംഘടനകളും വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്, ഇതുപോലെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റ് സംഘടനകളുടെ പുനരധിവാസം എങ്ങനെയുണ്ട്? മറ്റു സംഘടനകളും ഇവിടെ ആദ്യമായിട്ട് നമുക്കറിയാം, ഇവിടെ ആദ്യമായിട്ട് വീട് നിർമ്മിച്ചു നൽകുന്നത് യൂസുഫ് അലി സാറാണ്. അദ്ദേഹത്തിൻ്റെ 33 വീടുകളും അതുപോലെ തന്നെ ഇറം മോട്ടോഴ്സിൻ്റെ MD ആയിട്ടുള്ള അവർ 2 വീടുകളും വഹാബക്കയുടെ കെയർ ഓഫിൽ വന്ന് അങ്ങനെ 35 വീടുകൾ അവിടെയും, കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള 12 വീട് തൊട്ട് അതിന് ചാരിയും വന്ന് അതോടുകൂടി കവളപ്പാറയുടെ പുനരധിവാസം എന്നുള്ളത് പൂർത്തിയായതാണ്. കാരണം 40 വീടാണ് കവളപ്പാറയിൽ പോയത്. ഇവിടെ ശരിക്കും കവളപ്പാറ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ മൊത്തത്തിൽ 250ഓളം വീടുകൾ ഭാഗികമായും പൂർണ്ണമായും നശിച്ചത് പ്രളയത്തിലാണ്. പാതാർ ഉരുൾപൊട്ടൽ, പോത്തുകല്ല്, വിളമ്പിയമ്പാട്, അമ്പട്ടാമ്പട്ടി സ്ഥലങ്ങളിൽ അതിശക്തമായ കുത്തൊഴുക്കും മഴവെള്ളപ്പാച്ചിലും കാരണം ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ട പല ആളുകൾക്കും സഹായം കിട്ടാതെ വന്നപ്പോഴാണ് മുസ്ലിം ലീഗ് അടിയന്തരമായി ഇടപെടുകയും ഇങ്ങനെ സ്ഥലം വാങ്ങി നൽകുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ സംശയമുളവാക്കുന്ന രീതിയിൽ ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആളുകളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ക്യാമറ പേഴ്സൺ സാഹിദ് സക്കീറിനോടൊപ്പം അർഷാദ് അൻവർ, ഈസ്റ്റ് ലൈവ്.